പത്തനംതിട്ട കോഴഞ്ചേരിയിൽ വിദ്യാർത്ഥിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയതായിരുന്നു. ഫയർഫോഴ്സ് എത്തി തെരച്ചിൽ നടത്തുകയാണ്. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, ഇത് എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? ഇപ്പോഴും തെരച്ചിൽ പുരോഗമിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നോ കൂടെ? അമൃത, 1 മണിക്കൂർ മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. കോഴഞ്ചേരി സെന്റ് തോമസ് സ്കൂളിലെ +2 വിദ്യാർത്ഥികളായിട്ടുള്ള 6 പേരാണ് കോഴഞ്ചേരി പമ്പ് ഹൗസിന് സമീപമുള്ള പമ്പയാറ്റിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഇതിൽ ഒരു കുട്ടി ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ മറ്റു കുട്ടികൾ, സുഹൃത്തുക്കൾ ചേർന്ന് ഈ കുട്ടിയെ കരയിലേക്ക് വലിച്ചുകൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. അതിനുശേഷം കരയിലേക്ക് വലിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടെ വീണ്ടും അവരുടെ കൈവിട്ട് ഈ കുട്ടി ഒഴുക്കിലേക്ക് പോവുകയാണ് ചെയ്തത്. 3 കുട്ടികൾ മാത്രമാണ് വെള്ളത്തിൽ ഇറങ്ങിയത് എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ഫയർഫോഴ്സിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഫയർഫോഴ്സും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ സ്കൂബ സംഘവും സ്ഥലത്തെത്തി ഈ കാണാതായ വിദ്യാർത്ഥിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുകയാണ്. സ്കൂൾ കഴിഞ്ഞ് 6 കുട്ടികൾ, സുഹൃത്തുക്കളായിട്ടുള്ള 6 കുട്ടികൾ പമ്പയാറ്റിൽ കുളിക്കാൻ വന്നതാണ്. അപ്പോഴാണ് യാദൃശ്ചികമായിട്ട് ഒഴുക്കിൽപ്പെട്ടതെന്നുള്ള ഒരു വിവരം ലഭിക്കുന്നത്. നാട്ടുകാരൊക്കെ ഈ സ്ഥലത്തേക്ക് ഓടിക്കൂടിയിട്ടുണ്ട്. എന്തായാലും ഫയർഫോഴ്സും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമെല്ലാം ഈ കാണാതായ വിദ്യാർത്ഥിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഈ ഫയർഫോഴ്സിന്റെ സ്കൂബ സംഘത്തിന്റെ ബോട്ടിന് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് ഈ സ്കൂബ സംഘത്തിന്റെ ബോട്ട് അവിടെ നിന്ന് ഇറക്കി ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. രാത്രി വൈകുന്നതിന് മുൻപ് തന്നെ ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. എന്തായാലും ഈ സ്ഥലത്ത് അല്പം ആഴം കൂടി ഉള്ളതുകൊണ്ടാണ് എങ്ങനെ സാധ്യമാകും എന്നുള്ളൊരു ചോദ്യം കൂടി ഉയർന്നു നിൽക്കുന്നത്. എന്തായാലും 1 മണിക്കൂർ മുമ്പായിരുന്നു പത്തനംതിട്ട സെന്റ് തോമസ് സ്കൂളിലെ +2 വിദ്യാർത്ഥികളായിട്ടുള്ള 6 പേർ കുളിക്കാൻ വേണ്ടി കോഴഞ്ചേരി പമ്പ് ഹൗസിന് സമീപമുള്ള പമ്പയാറ്റിൽ കുളിക്കാൻ വേണ്ടി എത്തിയത്. അമൃത. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.